ഈ കോലിളക്കത്തിന് ആക്സിഡന്റിൽ തന്നെ ഞാൻ കേട്ടിട്ടുള്ളത് ഫസ്റ്റ് ഷോട്ട് എടുത്തു കഴിഞ്ഞ് ഓക്കെ പറഞ്ഞത് ഓക്കെ പറഞ്ഞതായിരുന്നു ഞാനും അറിഞ്ഞു. അങ്ങനെയാണ്. ഓക്കെ ആയതിനു ശേഷം ഡയറക്ടറോട് വീണ്ടും റിക്വസ്റ്റ് ചെയ്തു നമുക്ക് ഒന്നുകൂടെ എടുക്കാന്ന്. വേണോന്ന് പുള്ളി ചോദിച്ച ബില്ല് നമുക്ക് ഒന്നുകൂടെ എടുത്താൽ കുറച്ചുകൂടെ ബെറ്റർ ആക്കാന്ന് പറഞ്ഞിട്ട് ചെയ്ത രണ്ടാമത് കയറി ചെയ്തിട്ടുള്ളതാണെന്ന് ഞാനും വായിച്ചിട്ടുണ്ട് അതിനകത്ത്. അപ്പൊ ഹെലികോപ്റ്റർ അമിതാഭ് ബച്ചന്റെ ഒരു പടത്തില് ഈ ഹെലികോപ്റ്ററിൽ നിന്ന് തൂങ്ങിയിട്ട് പോകുന്ന ഒരു ഷോട്ട് ഉണ്ട്. അത് കണ്ടിട്ടാണ് ഇദ്ദേഹത്തിന് അതുപോലെ ഒന്ന് ചെയ്യാം എന്ന് സ്റ്റണ്ട് മാസ്റ്റർക്ക് തോന്നിയതൊക്കെ. അപ്പോ ബാലൻ കെ നായർ പകുതി കാല് പുറത്തിട്ടിങ്ങനെ ഇരിക്കുന്ന ആണ് ഹെലികോപ്റ്ററിൽ. അപ്പൊ പറഞ്ഞു ഹെലികോപ്റ്റർ തുടരുത് എന്ന് പറഞ്ഞു. കാരണം ഹെലികോപ്റ്ററിന് ഈ ബാലൻസിങ് പ്രോബ്ലം ഉണ്ട്. അപ്പൊ ഹെലികോപ്റ്റർ തുടരണ്ടാന്ന് പറഞ്ഞു. പക്ഷെ മോട്ടോർ ബൈക്കിൽ പോയിക്കൊണ്ടിരിക്കുന്ന അദ്ദേഹം എണ്ണീറ്റ് എനിക്ക് ബാലൻ കെ നായർ പറഞ്ഞത് ഇതാണ്, എനിക്ക് തോന്നുന്ന അങ്ങനെ മോട്ടോർ ബൈക്ക് പോകുമ്പോൾ എന്തായാലും ടൂ വീലർ അല്ലേ, ഇടയ്ക്കൊരു ഇത് വരുമല്ലോ, ഷെയ്ക്ക് വരുമല്ലോ. അപ്പം നാച്ചുറലി നമ്മളുടെ അടുത്ത് നിൽക്കുന്ന എന്തെങ്കിലും കച്ചിത്തുമ്പിൽ കയറി പിടിക്കുക എന്നുള്ളതാണ്. അങ്ങനെ പിടിച്ചതാവാനേ വഴിയുള്ളൂ എന്നാണ് പറഞ്ഞത്. ഈ ഹെലികോപ്റ്ററിൽ കയറി പിടിച്ചു, കാല് നീട്ടുമ്പോൾ ഇതിങ്ങനെ വന്നപ്പോൾ പിടിച്ചു. അങ്ങനെയാണ് ബാലൻ കെ നായർ ഇതൊന്ന് പുറത്തേക്ക് ചാടി വീണു, തെറിച്ചു വീണു. അല്ലെ ഞാൻ ഇപ്പൊ ഒരു ഹെലികോപ്റ്റർ എത്ര പേര് അത് അനുഭവിച്ചിട്ടുണ്ടെന്ന് അറിയില്ല. ഒരു ഹെലികോപ്റ്റർ നമ്മുടെ ഒരു 100 മീറ്റർ അപ്പുറത്ത് വന്ന് നിന്നാൽ പോലും ഉള്ള ഒരു കാറ്റിന്റെ ഒക്കെ ഒരു ശക്തി എന്ന് പറയുന്നത് സഹിക്കാൻ പറ്റാത്ത അപാര ശക്തിയാണ് കാറ്റും പൊടിയൊക്കെ പരന്നിട്ടുള്ളത്. അപ്പം അതിലാണ് വന്നിട്ടുള്ളത്.